അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ സെലിൻ ചെറുശോല. അപ്പൊ നമ്മളിന്ന് കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് ബീച്ചിൽ പെറ എങ്ങനെയുണ്ട് നോക്കാൻ വന്നു. ഇന്നലെ ഞാൻ ഒരു ബീച്ചിൽ പോയിന്ന്, അതിന്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് കോഴിക്കോട് ബീച്ചിലാണ് നോക്കാം. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ട്രേഡ് ആദ്യം പറയാം. അതായത് ഇനിയിപ്പോ നല്ലത് ഗോൾഡിനേക്കാൾ നല്ലത് സിൽവറാണ്. സിൽവർ ഇപ്പോ ഒരു ഗ്രാമിന് 295 രൂപ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച 260 ആയിരുന്നു. ചിലപ്പം ഇനി കുറച്ചുകൂടി കുറയും. പക്ഷേ സിൽവർ വാങ്ങി വെച്ചാൽ അടുത്ത വർഷം ഇതേ ദിവസം ആകുമ്പോൾ അത് ഏകദേശം 2.5 ഇരട്ടിന്റെ അടുത്ത് തിന്നോ. എങ്ങനെ 2.5 ഇരട്ടി? 1 കിലോ സിൽവറിന് 2,95,000 രൂപ വരുള്ളൂ. അത്ര വരുള്ളൂ ഗുരുജി. അപ്പോ കിലോ കണക്കിന് വാങ്ങി വെക്കാം. സ്വർണം വാങ്ങി വെക്കണമായിരുന്നില്ല, കിലോ കണക്കിന് വാങ്ങി വെച്ചാൽ നേരെ ഡബിൾ ആവും ഒരു വർഷത്തിന്റെ ഉള്ളിൽ തന്നെ. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി അടുത്തത് ഏത് ലോഹമാണ് ഏറ്റവും കൂടുതൽ കയറാൻ പോകുന്നത് പറഞ്ഞാൽ സിൽവറാണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താ അറിയോ? AI ബൂമിംഗ് കേട്ടിട്ടുണ്ടോ? AI അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഡാറ്റാ സെന്ററുകൾ ഉണ്ടാക്കാൻ സിൽവർ ആണ് അതിന്റെ ഏറ്റവും വലിയ മെറ്റലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ സിൽവറിന് അതിനനുസരിച്ച് പ്രൊഡക്ഷൻ ഇല്ലാതാനും. അതുകൊണ്ട് തന്നെ സിൽവർ ഇപ്പോ US ഒക്കെ റയർ മെറ്റലിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ സംഗതിയാണ്. വേണ്ട ബീച്ചാണിത്. അപ്പോ ആ റയർ മെറ്റല് അതുകൊണ്ട് തന്നെ AI ആണല്ലോ ഇപ്പോഴത്തെ താരം. എല്ലാ രാജ്യങ്ങളും AI തിരിയാണ്. അമേരിക്കയൊക്കെ ട്രില്യൺ കണക്കിന് ഡോളറാണ് AI നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ AI ബൂമിങ്ങിന് മാത്രമല്ല, ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങള് ഗോൾഡ് വിട്ട് ധാരാളമായി സിൽവർ കൊണ്ടുള്ള ആഭരണങ്ങളാണ് ഉണ്ടാക്കിയിട്ട് അതിനാണ് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പ്രിയം ഏറുന്നത്. അപ്പോൾ ആഭരണ മേഖലയിലും സിൽവർ ഒരു താരാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സിൽവർ വാങ്ങി വെച്ചോളൂ, വൻ ലാഭം കിട്ടും. ഓക്കെ, അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കല്ല. ഞാൻ ബീച്ചിലെ കാഴ്ചകൾ കാണിച്ചു തരാം. പിന്നെ ഇന്നലെ ഞാനൊരു ബീച്ചിൽ പോയിരുന്നു. കാടമുട്ടയാണ് നിന്നത്. ഗുരുജിയാണ്, ഗുരുജി. ഇദ്ദേഹത്തിന് ഗുരുജി എന്നൊരു പേരുണ്ട്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞ, യഥാർത്ഥ പേര് സൈതലവി എന്നാണ്. ഗുരുജി എന്നുള്ള പേരിന്റെ കാരണം ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും വെളിവാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളെ സ്ഥിതിക്കന്മാർ അങ്ങോട്ട് പോവാണ്. ഇതെന്താ സംഭവം നമ്മൾ നോക്കാം. ഇവിടെ എന്തോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട് കോഴിക്കോട് ബീച്ചിൽ. ഞാൻ നമ്മളറിയാതെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കണമല്ലോ. വലിയ പന്തലൊക്കെ ഇട്ടേക്കടാ. വേറെയാണ് ബീച്ച് പറയാന്നൊക്കെ പറഞ്ഞാല് ഏവിയേഷനിലും എന്താണ് യംലക് നൈറ്റ്. ഇതാണ് സംഭവം, യംലക് നൈറ്റ്. എന്ത് സംഭവം അറിയോ? ഇത് ഓരോരോ ആൾക്കാർ പിറക്ക് ഇതെടുക്കണതുകൊണ്ടല്ലേ. നമ്മൾ അന്വേഷിക്കാം എന്താ സംഭവം. ചോദിക്കും. ഇതെങ്ങനെ കുട്ടി സംഭവം? ഇതെങ്ങനെ സംഭവം? ആദ്യം ബുക്ക് ചെയ്യണം അല്ലേ? അത് തലേ ദിവസം ബുക്ക് ചെയ്താൽ മതിയാ? ഫുള്ള് സെറ്റപ്പ് നിങ്ങൾ ഒരുക്കും. എങ്ങനെ ചാർജ് എങ്ങനെ ഒരാൾക്ക് പെർ ഹെഡ്? 379 379. അതിന് കാർഡുണ്ട് നിങ്ങളെ? മെനുവിൻ്റെ ഫോട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ 379 പെർ ഹെഡ്. അതിൽ എന്തൊക്കെ ഉണ്ടാവും പറയാൻ പറ്റുമോ? പറഞ്ഞോ.
അടിപൊളി സെറ്റപ്പാണ് കേട്ടാ, കിടിലൻ. ഇതാണ് മെനു അല്ലേ? ഗോൾഡ്. ആ പിന്നെ അടുത്ത വരെ ഇതേതാ? പ്രീമിയം 479 പെർ ഹെഡ് അല്ലേ? അത് തലേദിവസം വിളിച്ച് ബുക്ക് ചെയ്താൽ മതി, എത്ര ആളാണെങ്കിലും. ഓക്കെ ഓക്കെ ഡൺ. അപ്പോൾ ഞാൻ എവിടെ നമ്പർ ഇതിലോ? ഇതൊക്കെ എവിടെ ഉണ്ട് നമ്പർ? ഓക്കെ 379 പെർ ഹെഡ്. ആ അതിന് മെനു ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. നല്ല അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ മെനുവിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാണ് എൻ്റെ സദീക്ക് പറയുന്നത്. പക്ഷേ സെറ്റപ്പ് അടിപൊളിയാണ്. ഈ മെനു എന്താണെന്നുള്ളത് ഞാൻ അതിൽ ഫോട്ടോ എടുത്ത് വിട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഇത് അടിപൊളി സെറ്റപ്പ്, കിടിലൻ. ഇങ്ങനെ ബീച്ചിൽ പല സ്ഥലത്തും പല സെറ്റപ്പുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലുള്ള സെറ്റപ്പാണ്. ഇനി ഞാൻ അടുത്ത ഞങ്ങൾ പോയ ബീച്ചിൻ്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ കോഴിക്കോട് കംപ്ലീറ്റ് ഒന്ന് കണ്ടുനോക്കാം. ബീച്ചിൻ്റെ ഓരത്ത് നിങ്ങൾ ഇത് ബീച്ച് പറയാണ്. ഇത് കണ്ട 1-2 ആൾക്കാരല്ല, നിറയെ ബീച്ച് പറയാണ്. വൈബാണ് മക്കളെ, വൈബ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് മൊത്തം നമ്മുടെ ഉണ്ണിയാൽ ബീച്ചാണ്, ദൂരത്തൊന്നുമല്ല. കണ്ടങ്ങള് ഈ തല മുതൽ ആ തല വരെ ബീച്ച് പറ വൈബാണ്. ജനങ്ങൾ ബീച്ചിൽ വന്ന് പിറക്കാനാണ്, കളിച്ചിട്ടല്ല ജനങ്ങളൊന്ന് കാര്യത്തിലാണ്. നിങ്ങൾ വണ്ടി എടുക്കാൻ കിടപ്പാണിത് വേണ്ട. അത്രയും ദൂരത്തിൽ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ ഒക്കെ പറ ബീച്ചിൽ ഇപ്പൊ ജനങ്ങളൊന്നും പെരയിന്ന് പറക്കണില്ല തോന്നുന്നുണ്ട്. നമ്മളെ ടീംസ് ആയിരിക്കണ ആരോ, ഇതാണ് നമ്മളെ മദറ്. എന്താ വൈബ് നോക്കിങ്ങള്, നമ്മളെ മദറാണത്. അതെ, മദറിന്റെ അടുത്ത് നിൽക്കണതിൻ്റെ പെങ്ങളാണ്, സിസ്റ്റർ എന്ന് പറയും. ഇതണ്ട അതിൻ്റെ മനമേ എന്താണ് ബീച്ചിൽ ഇങ്ങനെ അതൊക്കെ ഇട്ടിട്ട് പറയാനാണ് പറ. ഇതിങ്ങനെ ബീച്ചിൽ ചെയ്തു കൊടുക്കുന്ന ടീമൊക്കെ ഉണ്ട് കേട്ടാ, അവരെ ബന്ധപ്പെട്ടാൽ മതി, വളരെ സുഖമായിട്ട്. ഇപ്പോൾ ഭയങ്കര വൈബല്ലേ ബീച്ച് പറ. അപ്പോൾ നമ്മളും ആ വൈബിലൊന്ന് പങ്കെടുക്കാൻ തീരുമാനിച്ചാണ്. ബാക്കി വിശേഷങ്ങൾ ഞാൻ താഴത്ത് ഇറങ്ങിയിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ അങ്ങോളുണ്ട് ആ തല വരെ. ഇത് പുറത്ത് ദൂരത്തൊന്നുമല്ല, നമ്മളെ ഉണ്ണിയാൽ ബീച്ചാണ് ഈ നിൽക്കുന്നത്. ഉണ്ണിയാൽ ബീച്ചിൽ ശാന്തസുന്ദരമായ ബീച്ചിൽ ജനങ്ങൾ പിറക്കണം. ജനങ്ങളെല്ലാവരും ഞാൻ കാണിച്ചു തരാം. ഇത് വേണമെങ്കിൽ വന്ന് ബീച്ചിലൊന്ന് പിറന്നു നോക്കി, എന്താ ഇപ്പം ഇതൊക്കെ രസം. അതിൻ്റെ മനവേ രണ്ട് ആളുകൾ ഒരുങ്ങാണ്, ബീച്ച് പിറക്കായിട്ടുള്ള ഒരുക്കത്തിലാണ്. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ടേബിളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ. പെരീന്ന് ടേബിൾ ഇതൊക്കെ വെച്ച് ഒരു വണ്ടി പിടിച്ചിങ്ങോട്ട് വരിക, എന്നിട്ട് ഇവിടെ വന്നാണ്ട് ഇരിക്കുക, കാറ്റ് കൊള്ളുക, പിറക്കുക, ആഘോഷമാക്കുക. പിന്നെ നോമ്പ് നോൽക്കില്ല വേണ്ടി ചെറിയ കുട്ടികൾ പോലും നോറ്റൂലേ. ഓ, നോമ്പ് ഇപ്പോൾ 30 അല്ല 60 ഉണ്ടായാലും എന്താ കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായത്തിലാണ് ആൾക്കാർ. എന്താ ഇത്രയും ആൾക്കാർ. ഞാൻ ആ സൂം ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊന്നും കാണിച്ചു കേട്ടാ. മാക്സിമം സൂമിങ് അവിടേക്ക് പോകണില്ല, അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട്. എന്താ ഇതാ ഈ സെറ്റ് ചെയ്യണാണ് നമ്മളെ ഫാമിലി. ഞങ്ങളെ ഫാമിലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു 10-27 ആളുണ്ട്. ജോയിൻറ്റ് ഫാമിലിയാണ്. ആ ജോയിൻറ്റ് ഫാമിലി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബീച്ചിലൊക്കെ ഒന്ന് പോയി പറക്കുക, ബീച്ചിൽ പോയിരിക്കുക, ഭക്ഷണം കഴിക്കുക. ആകെ ഒരു 10-60 കൊല്ലം 70 കൊല്ലമൊക്കെ ഭൂമിയിൽ ജീവിക്കും. ആ ജീവിക്കണത് ബലം പിടിച്ച് ജീവിക്കാതെ ഇതുപോലൊക്കെ ജീവിച്ചോളി മക്കളെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ ഒരു
20 വയസ്സ് വരെ കുട്ടികളായിട്ട് കാര്യങ്ങളൊന്നും അറിയണില്ല. പിന്നെ 10-20 വയസ്സായ പിന്നെ പൈസ, പ്രാരാബ്ദങ്ങൾ, അങ്ങനെ അത് ഇത് മറ്റേത് മറിച്ച് വീട് വെക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നെട്ടോട്ടല്ലേ. ഈ നെട്ടോട്ടത്തിനടിയിൽ എപ്പോഴാണ് നമ്മൾ ജീവിക്കണത് ഇങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ജീവിക്കണത്. അതല്ലാത്തൊന്നുമല്ലല്ലോ. അവനവൻ്റെ മനസ്സിന് ഈ കടലിൻ്റെ ഈ കാറ്റുണ്ടല്ലോ, ആ കാറ്റൊന്ന് കൊണ്ടിട്ട് കുറച്ചു നേരം ഇങ്ങനെ നിന്നാൽ തന്നെ എന്താ ആശ്വാസം, മനസ്സിനൊരു കുളിർമല്ലേ, എല്ലാം മറന്ന് കുറച്ച് നേരം. അതാണ് ജനങ്ങളൊക്കെ ഇപ്പം അതിന് തയ്യാറായി ഇറങ്ങിയിരിക്കുകയാണ്. ബീച്ചിലിങ്ങനെ സെറ്റ് ചെയ്യുക, മാലകൾ സെറ്റ് ചെയ്യുക, ഇതണ്ട ഇങ്ങനെ വൈപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുക, ടേബിളൊക്കെ ഇട്ടിട്ട്. ഓ എല്ലാം ഉണ്ട്. ഇതാ അവിടെ വേറെ ടീം, അത് അതിനപ്പുറത്ത് വേറെ ടീം. അത് എന്തോ വലിയ സംഭവമാണ് അവിടെ കേട്ടോ. അത് പക്ഷേ അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കണം, എന്നെങ്കിലേ എന്താണെന്ന് ഇവിടുന്ന് സൂം ചെയ്തിട്ട് ഇത്ര കിട്ടണുള്ളൂ. മൊത്തത്തില് പൊലിവാണ്. ഇന്ന് എന്താ ബ്ലഡ് മൂൺ ഡേ ആണ്. അതായത് ഇന്ന് ആകാശത്ത് ചന്ദ്രൻ നല്ല ചുവന്ന ഇതിൽ കാണാൻ പറ്റും. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇവിടെ ഈ ബൈക്കൊന്നും മൂപ്പരെ കാണാൻ ചേട്ടാ, അത് വേറെ വിഷയം. ഞാൻ പല ബൈക്കും നോക്കി, ഈ ബൈക്കെന്നെ മൂപ്പരില്ല. സൂര്യൻ താന്നിങ്ങനെ, പക്ഷെ ചന്ദ്രനെ കാണാനില്ല. ഇതണ്ട ഈ ഇരിക്കണത് നമ്മുടെ ടീംസാണ്. കടപ്പുറത്താണ് ഇരിക്കണത് മക്കളെ. ഓ പെരപ്പുറത്തല്ല, മനസ്സിലാക്കിക്കോളി. കടപ്പുറത്താണ് ഇരിക്കണത്. ആരാ പോണത്? എൻ്റെ അളിയനാണോ പോണത്? ഏയ് ഏതാ അതൊക്കെ മുത്ത് മുതലാളാണ് അതൊക്കെ. വേണ്ടാ, കുട്ടികൾക്കാണ് ഇതിൽ ഏറ്റവും വരായിട്ടുള്ളത്. കണ്ടാളി. നമ്മളെ ഫാമിലിയിൽ ഒരു 8-9 കുട്ടികളുണ്ട്. അവരെ എപ്പോഴും ജോയിൻ്റ് ആയിട്ട്, അതുകൊണ്ട് അവർക്ക് വിരസത, മടി, അലസത അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. അതിങ്ങനെ എപ്പോഴും കളി അല്ലെങ്കിൽ പഠനം, ഈ രണ്ടാലൊന്ന്. പഠനം ഒരു കണക്ക് തന്നെയാണ്, പക്ഷെ കളിച്ച് വലുതാകാതറിയില്ലേ, അതാണ്. ഇതാണ് ആ ടീംസ്. ഇവരെ പണ്ട് കിലുക്കത്തിൽ സംഗരാടി പറയുണ്ടല്ലോ, കിലുക്കത്തില്ല മിന്നാരത്തിൽ ഇവരെ കണ്ട് ഇറക്കിയിട്ടാൽ മതി ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർക്ക് എതിരാളികൾ വാലും പൊക്കി ഓടുന്നറിയില്ലേ, ആ ഓടുന്ന ടീം ഇവരാണ്ട് ഇറക്കിയിട്ടാൽ മതി ശരിക്കും. ഇതൊക്കെ ഏതാ മുതലിരിക്കങ്ങള്. ആണ്ടാ ആ ബാങ്ക് കൊടുത്ത് എന്താ നമ്മളേക്കുള്ളത്? പച്ചള്ള കൊണ്ട് ചേർന്നാ മതി. ആ ഈത്തപ്പയം CH സെന്ററിൽ നിന്ന് കിട്ടിയ ഈത്തപ്പയം. ഞാൻ കടൽ ചാടാൻ വന്നല്ലേ, എന്റെ പയ്യന് ഒരുങ്ങി തരാം. ആരാ പറഞ്ഞു? ചെപ്പുവാ ഒരുങ്ങിയാണല്ലോ. അതാണ് അപ്പൊ ഇതാണ് മക്കളെ ഞങ്ങളെ ഗ്യാങ്. ഏതാ അത് ഗ്യാങ്? കടലിൽ കുളിക്കണത്. ഇത് മൊത്തം നമ്മളെ ടീമേനാണ്, ഒന്നും പുറത്തില്ല. അവിടെ ഒരാളുണ്ട്. ചേരാണ്ട് ഇറങ്ങിക്കടാ.
കണ്ടോ, ഇതൊക്കെ ബീച്ച് പറയാണ് മക്കളെ. ബീച്ച് പറ, ബീച്ച് പറ, ബീച്ച് പറ, ബീച്ച് പറ ഫുള്ള്. നമ്മളെ ഉണ്ണിയാൽ ബീച്ച് കൂടുതൽ ദൂരത്തേക്കൊന്നും പോണ്ട. ഒരു പായും കിടക്കും തലേന്ന് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോരി. ഇവിടെ ഇരിക്കുക, അടുപ്പ് ഇറക്കുക, നിസ്കരിച്ചൊക്കെ എടുക്കുക, അവ പരിപാടികളല്ലേ. ഇതാ കടലിൽ കളിക്കുന്ന നോക്കി കുട്ടികൾ. ഇതാണ് നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ പടയും പടക്കോപ്പും തന്നില്ലേ. ഇതിരിഞ്ഞു അംഗങ്ങൾ എത്താണ്ട് ഒരു പിറന്ന അവിടെ നിന്ന് വന്ന് എത്തിയിട്ടില്ല. അതാ ഓരോ ടീംസ് വരണുള്ളൂ. ഇതൊരാള് വലിയ അധ്വാനത്തിലാ. അതെന്താണ് ഒരു ഗുഹ ഉണ്ടാക്കുവോ? Dreams take wings.